നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കായുള്ള വിഗ്രഹം തിരഞ്ഞെടുത്തു. ഈ വിഗ്രഹം തിരഞ്ഞെടുക്കുന്നത് ഒട്ടേറെ ആചാരപരമായ ഒരുപാട് പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടാണ്, ഒരുപാട് മാനദണ്ഡങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാന പ്രതിഷ്ഠയ്ക്കുള്ള പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹം തിരഞ്ഞെടുക്കുന്നത്. ആ വിഗ്രഹത്തിൻ്റെ അളവുകൾ, ലക്ഷണങ്ങൾ, അതിൻ്റെ ആ മുഖത്തെ ഭാവങ്ങൾ, അതുപോലെ ഏത് രീതിയിലുള്ള കല്ലിൽ കടഞ്ഞെടുത്ത വിഗ്രഹമാണ് എന്നൊക്കെ കണക്കാക്കി തന്നെയാണ് ഈ വിഗ്രഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിരവധി വിഗ്രഹങ്ങൾ, പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള നിരവധി വിഗ്രഹങ്ങൾ, അനവധി വിഗ്രഹങ്ങളിൽ നിന്ന് ഒന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിഗ്രഹമായിരിക്കും പ്രതിഷ്ഠ നടത്തുക. അതിനുശേഷം പ്രതിഷ്ഠാ ചടങ്ങുകളും അതിൻ്റെ അനുബന്ധ ആചാരങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ വിഗ്രഹത്തിലേക്ക് ദേവ ചൈതന്യത്തെ ആവാഹിച്ച് കൊണ്ടുവരിക. ഒരു പീഠത്തിന് മുകളിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആ പീഠത്തിന് തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ പീഠം തന്നെ ഒരു പ്രത്യേകമായ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആ പീഠത്തിലേക്കും ദേവചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ട് ആ വിഗ്രഹത്തിലേക്ക് മറ്റൊരു ചൈതന്യത്തെ ആവാഹിച്ചുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ ജനുവരി 22-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നടക്കുന്നത്. കർണാടകയിലെ മൈസൂർ സ്വദേശിയായ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് എന്ന വ്യക്തി കൊത്തിയെടുത്ത വിഗ്രഹമാണ് തിരഞ്ഞെടുത്തത്. ഈ വിവരം കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. യോഗിരാജ് രാമൻ്റെ വിഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ചിത്രവും മന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. ജനുവരി 22-ന് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ, അതോടനുബന്ധിച്ച് മഹാ അഭിഷേക ചടങ്ങുകൾ ഒക്കെ തന്നെ നടക്കും. കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ഈ വിഷയത്തിൽ കർണാടക സ്വദേശിയായ ഒരു വ്യക്തി നിർമ്മിച്ച വിഗ്രഹം തിരഞ്ഞെടുത്തതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സന്തോഷം പ്രകടിപ്പിച്ചു. ശില്പി അരുൺ യോഗിരാജിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ശ്രീരാമൻ്റെ വിഗ്രഹം കർണാടകയിൽ നിന്ന് ഒരു ശില്പി നിർമ്മിച്ച വിഗ്രഹം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നടന്ന രാമജന്മഭൂമി ട്രസ്റ്റിൻ്റെ യോഗത്തിൽ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റി ബിംലേന്ദ്ര മോഹൻ വിഗ്രഹം തിരഞ്ഞെടുക്കൽ നടപടികൾ പൂർത്തിയായതായി സ്ഥിരീകരിച്ചിരുന്നു. വിഗ്രഹത്തിൻ്റെ ആകർഷകമായ സ്വഭാവവും ഒക്കെ തന്നെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ വിഗ്രഹം നിങ്ങളോട് സംസാരിക്കും. നേരിട്ട് കാണുമ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ ചാരുതയിൽ നിങ്ങൾ തീർച്ചയായും മയങ്ങിപ്പോകും. ഒന്നിലധികം വിഗ്രഹങ്ങൾ ഒരുമിച്ച് വെച്ചാലും നിങ്ങളുടെ കണ്ണുകൾ ഈ വിഗ്രഹത്തിൽ മാത്രം പതിഞ്ഞിരിക്കും എന്നൊക്കെയാണ് ശില്പി അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വിഗ്രഹമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ ഈ വിഗ്രഹമാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത്.